2025 കേരള ലോ എൻട്രൻസ് എക്സാം 3 ഇയർ LLBയും 5 ഇയർ LLBക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാം. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. 2024 എക്സാമിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നത്. അതുവരെ 200 ക്വസ്റ്റ്യനും 2 മണിക്കൂറും ആണെങ്കിൽ ആ 2024 കേരള ലോ എൻട്രൻസ് എക്സാമിൽ പാറ്റേണിൽ മാറ്റം വന്നു. അതായത് 120 ക്വസ്റ്റ്യൻസും 2 മണിക്കൂറും 3 ഇയർ LLBയും 5 ഇയർ LLBയും. ഇപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി. ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 2024 കേരള ലോ എൻട്രൻസ് എക്സാമിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. 2025 ഇതേപോലെ ചോദിക്കണം എന്നില്ല, പക്ഷേ ഏകദേശം ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും. 120 ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല മിക്കവാറും. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു ആ രീതിയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK, ലീഗൽ സ്റ്റഡീസ്, ഇങ്ങനെ ഞാൻ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടോപ്പിക്ക്, മാത്സ്, റീസണിങ് ഒരു ടോപ്പിക്കാക്കി, ഇംഗ്ലീഷിന് ഒരു സെറ്റാക്കി, GK ഒരെണ്ണം, ലീഗൽ സ്റ്റഡീസ്. ഇതിൽ നിന്ന് ഓരോന്നിനും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നു, നമ്മളെങ്ങനെ ഓരോന്നും പഠിക്കണം, അതാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യം 2024 കേരള ലോ എൻട്രൻസ് എക്സാമിന് 5 ഇയർ LLBയിൽ 25 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 3 ഇയർ LLBയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പം LLB എൻട്രൻസിന് നമ്മൾ പഠിക്കുന്നു സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്തായാലും തറവായിട്ട് പഠിക്കണം. അതിൽ 25 ക്വസ്റ്റ്യൻസ് 5 ഇയർ LLB, 3 ഇയർ LLB 20 എന്ന് പറയുമ്പോൾ അത് കൂടാം, 25ൻ്റെ അടുത്ത് തന്നെ വരാം. ഏകദേശം കണക്കാണ് ഞാൻ ഈ പറയുന്നത് മൊത്തം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ 25 ക്വസ്റ്റ്യൻ 5 ഇയറും 3 ഇയർ LLBയിൽ 20 ആണെങ്കിൽ അത് ഫുള്ള് സ്കോർ ചെയ്യണം. അതിലൊരു സംശയമില്ല. അത് അത്ര ഡെപ്തിൽ തന്നെ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ഡെപ്തിൽ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗൈഡ് ഇറക്കിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര തറവായിട്ട് പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗൈഡ് നോക്കി പഠിക്കാം. പ്ലസ് എന്തും കാണുക നിങ്ങൾ ക്ലാസ്സുകൾ. ഞാൻ ക്ലാസ്സുകൾ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും ആ ഗൈഡും ആണെങ്കിൽ നമുക്ക് അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ഫുൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ തറവായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യരുത്. എളുപ്പമാണ് സ്കോർ ചെയ്യാനും, കാരണം ഏകദേശം ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. എൻ്റെ ഗൈഡിലാണെങ്കിൽ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് മൊത്തം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കാണ്ട് വേറെ ടോപ്പിക്കിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം. ഇനി അടുത്തത് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാത്സും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ആ ഒരു ഭാഗമാണ്. 2024 5 ഇയർ LLBക്ക് 15 ക്വസ്റ്റ്യൻ ചോദിച്ചു. 3 ഇയർ LLBക്കും 15 ക്വസ്റ്റ്യൻ ചോദിച്ചു. 15 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഈ 15 ക്വസ്റ്റ്യന് നമുക്ക് ഫുള്ള് കിട്ടണം. 15ൽ 15 കിട്ടണം. ഇതിലൊരു ഗുണമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് ഒരേ പാറ്റേൺ ആയിരിക്കും. ഇപ്പോൾ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആവറേജ് ആ ഒരു പാറ്റേണിൽ കുറച്ചെണ്ണം ചെയ്ത് പഠിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ അത്, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ആണെങ്കിൽ അത്. അപ്പോൾ അതെന്തായാലും ചോദിക്കും. അത് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ നോർത്തിലേക്ക് നടന്നു, ഈസ്റ്റിലേക്ക് നടന്നു എന്നുള്ള ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഒരു 15 ക്വസ്റ്റ്യൻ ഏകദേശം കുറച്ച് ടോപ്പിക്കുകളുണ്ടാവും. എൻ്റെ ഗൈഡിൽ ഞാൻ ഇതിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 15ൽ 15ഉം സ്കോർ ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ഇതിൽ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഗൈഡ് ഇപ്പം ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ അരിത്തമെറ്റിക്കും അതേപോലെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കാണുക. പ്ലസ് ഗൈഡിൽ ഞാൻ ഇതിൻ്റെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞു, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സമയം കണ്ടിട്ട് നമ്മൾ ആ മാത്സും റീസണിങ്, അരിത്തമെറ്റിക്, ലോജിക്കൽ റീസണിങ് ചെറുതായിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പൊതുവേ എനിക്ക് ഒരു മടിയുള്ള ടോപ്പിക്കാണ്. എനിക്കറിയില്ല, എനിക്ക് മടിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് ചെയ്ത സമയം അതൊരു മടിയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ എഴുതിയ എൻട്രൻസ് സമയത്ത് ഈ ഒരു
മാത്സും റീസണിങ് ഒന്നും എക്സാമിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മടിയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആ മടി അത് വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് റീസണിങ് ഇമ്പോർട്ടൻസ് അത് കൊടുത്ത് ആ 15 ക്വസ്റ്റ്യൻസിൽ 15 15 സ്കോർ ചെയ്യുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതേപോലെ ഈ ഒരു 15 ക്വസ്റ്റ്യൻസും നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാനാണ് പറയുന്നത്. ഇംഗ്ലീഷ് 5 ഇയർ LLBയിൽ കഴിഞ്ഞ വർഷം 2024 കേരള ലോ എൻട്രൻസ് എക്സാം 5 ഇയർ LLBയിൽ 36 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ 3 ഇയർ LLBയിലും 36 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ഇംഗ്ലീഷിൽ നിന്ന് മാത്രം. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എളുപ്പമായിട്ട് തോന്നും. മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല ഡെപ്തിൽ തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്കത് കാര്യം എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാം. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് ഉണ്ട്, അതേപോലെ ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എല്ലാ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗൈഡ് ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ഗൈഡിലാണ് ഇംഗ്ലീഷും ഞാൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്ങും പിന്നെ 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഗൈഡിലാണ്. അപ്പോൾ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഗൈഡ് വാങ്ങാം. അപ്പോൾ അതിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്ലസ് ടെൻസ് ഒന്നും പഠിക്കാണ്ട് പറ്റില്ല, നമ്മൾ മടി കാണിച്ചിട്ട് കാര്യമില്ല. ടെൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ തന്നെ നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗൈഡ് നോക്കി പഠിക്കുക. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇംഗ്ലീഷ് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങണം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായിട്ടിരുന്ന് വായിച്ചു തുടങ്ങുക. ദ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ച് നമുക്ക് ആ ഒരു അതായിട്ടൊരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് 36 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 36 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ 36 ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം. പല സ്റ്റുഡൻസിലും അതിൽ കുറയാറുണ്ട്. അപ്പോൾ 36 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഞാൻ ഓരോ ടോപ്പിക്കും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതെങ്ങനെ പഠിക്കണം, അതേപോലെ മാത്സ് ആൻഡ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് അതെങ്ങനെ പഠിക്കണം, അതേപോലെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. ഇപ്പോൾ ഞാൻ ജനറലായിട്ട് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം പഠിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും പഠിക്കുക. മാത്സ് ആൻഡ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് അത് സ്കോർ ചെയ്യണം. ഇംഗ്ലീഷ് 36 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് സ്കോർ ചെയ്യണം. അത് ഇതിന് മുമ്പത്തെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതൊക്കെ നോക്കിയിട്ട് ഇംഗ്ലീഷും സ്കോർ ചെയ്യുക. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് GK ആണ്, ജനറൽ നോളേജ്. ജനറൽ നോളേജിൻ്റെയും സെപ്പറേറ്റ് ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. 350ഓളം പേജസ് ആണ്ടുകൊണ്ട് GKയുടെ ഗൈഡ്. അതായത് നമ്മൾ കുറച്ച് ഇറക്കാൻ പറ്റില്ല, അങ്ങനെയാണ് GK ഇപ്പം ചോദിക്കുന്നത്. അപ്പോൾ GK കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 5 ഇയർ LLBയിൽ 27 ക്വസ്റ്റ്യനും 3 ഇയർ LLBയിൽ 28 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് GK എന്ന് പറയുന്നത് ഗൈഡുണ്ട്, ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സും കിട്ടും. ഈ GK എന്ന് പറയുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ 6, 7, 8, 9, 10 ആ സ്കൂളുകളിൽ പഠിച്ച സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്, അതിൽ ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ് ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ സയൻസ് സബ്ജക്റ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ GK നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതെല്ലാം കൂടി ആ ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകളും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഗൈഡ് ഇറക്കിയത്. GKയുടെ ഗൈഡ് എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്, കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി GK കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്, നമുക്ക് കുറേ അറിയാം. പ്ലസ് ഈ ഒരു എക്സാം ടൈമിൽ നമ്മൾ അതൊന്നും കൂടി ഒന്ന് പഠിച്ച് അതൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ അതാണ് GK. അപ്പം ഞാൻ GKക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം GK നമുക്ക് കുറേയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വക്കീൽമാരാണ്, നമുക്കത് അറിഞ്ഞിരിക്കണം. നമ്മളാണ് സമൂഹത്തിൽ നാളെ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നവർ. അപ്പോൾ നമുക്ക് GK എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, 27ഉം 28ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ തലയിലുള്ളത് കൊണ്ട് അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുത്ത് ഒന്നുകൂടി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ സെപ്പറേറ്റ് ഗൈഡ് ഇറക്കിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ GK അത് ശരിക്കും പഠിക്കണം. GKയുടെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രത്തോളം നോക്കുമ്പം ഏകദേശം LLB എൻട്രൻസ് എക്സാം അത്ര വലിയൊരു സംഭവമായ എക്സാം അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഇരുന്ന് പഠിക്കുക, പ്ലസ് മാത്സ് റീസണിങ് നമുക്ക് അറിയാവുന്നതാണ്, അത് ശരിക്കും ഒന്നും കൂടി നോക്കുക. പ്ലസ് ഇംഗ്ലീഷുണ്ട്, ഇംഗ്ലീഷ് നമ്മൾ പണ്ട് സ്കൂൾ തൊട്ടേ ഇംഗ്ലീഷ് ഗ്രാമറും പഠിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും കൂടി ശരിയാക്കുക. GK നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്, അത് റെഡിയാക്കുക.
അപ്പോൾ ഇത്രയും കുഴപ്പമില്ല. ഇനിയാണ് വരുന്നത് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് 5 ഇയർ LLBക്ക് ചോദിച്ചു. അരിത്തമെറ്റിക് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ചോദിച്ചു. 36 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഉണ്ട്, 27 ക്വസ്റ്റ്യൻ GK ഉണ്ട്. ഇത്രയൊക്കെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും പഠിച്ചതിന് ശേഷം ശാന്തമായി സമാധാനമായി നമ്മൾ ഏതിലേക്ക് കിടക്കുക? ലീഗൽ സ്റ്റഡീസിലേക്ക് കിടക്കുക. 5 ഇയർ LLBയിൽ കഴിഞ്ഞ വർഷം ലീഗൽ സ്റ്റഡീസ് ചോദിച്ചത് 17 ക്വസ്റ്റ്യനാണ്. 3 ഇയർ LLBയിൽ ഏകദേശം 21ഓളം ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട്, സെപ്പറേറ്റ് ഗൈഡാണ്. ആ ഗൈഡിൽ ഈ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ LLBക്ക് പഠിക്കുന്ന ലോ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണ്. അത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസാണ്. നമ്മളത് എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും നമുക്കത് അതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇപ്പം ഇത്രയും പറഞ്ഞുവല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, GK, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതൊക്കെ പഠിച്ചൊരു വിധം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ സ്റ്റഡീസിലേക്ക് നോക്കാം. പല പിള്ളേരും എന്താ ചെയ്യുക പറഞ്ഞാൽ ഫുൾ ടൈം ലീഗൽ സ്റ്റഡീസിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. IPC, BN അല്ലെങ്കിൽ BNS പഠിക്കുക, ടോർട്ടൊക്കെ പഠിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റു ടോപ്പിക്കുകൾക്ക് അത് നമ്മൾ വിട്ട് കളയരുത്. ഇതിൽ ഫുൾ ടൈം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കിയാൽ 5 ഇയറിൽ ആ കൂടി 17 ക്വസ്റ്റിനേ ചോദിച്ചിട്ടുള്ളൂ. മറ്റത് എത്ര ടോപ്പിക്കുകളുണ്ട്. ഈ 17 ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ടോർട്ടും കോൺട്രാക്റ്റും IPC, CRPC, സിവിൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ഇതൊക്കെ പുതുതായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിന് എത്രത്തോളം എഫേർട്ട് എടുക്കണം? ഇത്രയും അറിയാവുന്ന കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും കൂടി ശരിക്കും പഠിച്ചിട്ട് പിന്നെ ഇത് പഠിക്കുക. ഇത് പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, GK ഒക്കെ പഠിച്ചതിന് ശേഷം അത് നല്ലൊരു ഇതായതിനു ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ശാന്തമായി സമാധാനമായിട്ട് എന്ത് പഠിക്കുക എന്നുള്ളതാണ്? ലീഗൽ സ്റ്റഡീസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ മുകളിൽ പറഞ്ഞ ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, GK, ഈ ഒരു രീതിയിൽ ഇത് പഠിച്ചതിന് ശേഷം സമാധാനമായിട്ട് ലീഗൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടും. പല സ്റ്റുഡൻസും GKയിൽ കുറേ ഇരിക്കുന്ന എനിക്ക് ഉറപ്പാണ്, പല സ്റ്റുഡൻസും ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവരതിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ പോവും. ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യില്ല, ആ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് നോക്കുകയില്ല. അത് ചിലവർ വിട്ട് കളയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് വിട്ട് കളയും, അത് കുഴപ്പമില്ല, ബാക്കി സ്കോർ ചെയ്യാമല്ലോ. നടക്കില്ല, എല്ലാതും സ്കോർ ചെയ്യേണ്ടത് നടക്കില്ല. ചില മലയാളം മീഡിയം സ്റ്റുഡൻസ് ചിലവർ എന്ത് പറയും, ഇംഗ്ലീഷ് അത് വേണ്ട, ഇപ്പോൾ ഇത്ര ക്വസ്റ്റൻ അല്ലേ ഉള്ളൂ, അത് പോട്ടെ. നടക്കില്ല, അത് സ്കോർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷനും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷും GKയും അതൊന്നും പഠിക്കാണ്ട് നമുക്ക് ആ ടോപ്പ് റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ലീഗൽ സ്റ്റഡീസിൽ നമ്മളിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അത് പകുതിയോളം ഇത്ര 17-21 ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആൻസർ ചെയ്താലും അതിലെല്ലാം സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കുകൾ അതിൽ ശരിക്കും ഇമ്പോർട്ടൻ്റ്, അത് ശരിക്കും ഇരുന്ന് പഠിക്കുക. അതിന് ശേഷം സമാധാനമായിട്ട് പഠിക്കുക? ലീഗൽ സ്റ്റഡീസ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ നല്ല റാങ്കോട് കൂടിയിട്ട് ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടും.